ഇന്ന സഖാവ് മോഷ്ടിച്ചു എന്നൊന്ന് എഴുതാൻ പറ്റുമോ? സാർ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പറഞ്ഞോ. നമുക്കൊരു പാട്ടിൽ തന്നെ നമുക്കത് തുടങ്ങാം. ഗർഭം കലക്കിയതാരപ്പ KPCC പൊന്നപ്പ, ഗർഭം കലക്കിയതാരപ്പ അത് KPCC പൊന്നപ്പ. ജാടയാണോ ജാടയില്ലേ ഹായ് തരുമോ ജോലൂസേ, ജാടയാണോ ജാടയില്ലേ ഹായ് തരുമോ. നല്ലൊരു ഗർഭം കലക്കാനായി അടവുകൾ പലതും പയറ്റാനായി മോളൂസേ, ജാടയാണോ ജാടയില്ലേ ഹായ് തരുമോ, ജാടയില്ലേ ഹായ് തരുമോ. KPCC കോളേജിൽ ഗർഭം കലക്കണ കോഴ്സുണ്ട്, KPCC കോളേജിൽ ഗർഭം കലക്കണ കോഴ്സുണ്ട്. ഹെഡ്മാഷും പ്രോമാക്സും ഗർഭം കലക്കലി ബിരുദന്മാർ, ഹെഡ്മാഷും പ്രോമാക്സും ഗർഭം കലക്കലി ബിരുദന്മാർ. മോളൂസേ, ജാടയാണോ ജാടയില്ലേ ഹായ് തരുമോ. സാറേ, ഇങ്ങനെ നമുക്ക് ചെയ്യാമോ? ഇതാണ് ശരിയായ കാര്യം നരേഷ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പാട്ടുണ്ടാക്കാം. ആ പാട്ടിനെതിരെ കേസ് എടുക്കുകയല്ല വേണ്ടത്. അവർ അങ്ങനെ ഒരു പാട്ടുണ്ടാക്കിയെങ്കിൽ തിരിച്ച് ഇത്തരം പാട്ടുകൾ ഉണ്ടാക്കാൻ പാടാം. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ കേൾക്കുന്നവരാണ് മലയാളികൾ. അല്ലാതെ അതിനെതിരെ കേസ് എടുക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ അത് മതവികാരം വ്രണപ്പെട്ടെ, ഞങ്ങളുടെ പാർട്ടി വികാരം വ്രണപ്പെട്ടെ എന്ന് പറയുന്നതല്ല മര്യാദ. സാറ് ഇതെല്ലാം ഉൾക്കൊള്ളുന്നു. പക്ഷേ സഖാവ് എന്ന പ്രശ്നമുണ്ട്. സഖാക്കൾ അല്ലെ താങ്കൾ KPCC എന്ന് പറഞ്ഞ നരേഷേ, അഭിമാനമുള്ള കുറെ ആൾക്കാരുണ്ട് എന്നെ പോലെ. അല്ല നരേഷ് ചോദിക്കട്ടെ, KPCC ഗർഭം കലക്കൽ എന്ന് പറഞ്ഞാൽ ഇത് കേട്ട് ഈ പാട്ട്, ഈ സമാനമായ പാട്ടുകളൊക്കെ ആളുകൾ നേരത്തെ പാടിയിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് KPCC ആകെ അങ്ങനെ മോശക്കാരാണെന്ന് വരുമോ? അങ്ങനെയൊക്കെ പാട്ടിൽ അങ്ങനെയൊക്കെ വരും. അത് ഈ സഖാക്കൾ എന്ന് കേട്ടാലും അതേ സഹിഷ്ണുത അതിലും വേണം. സാറ് പറയുന്നു ഉറപ്പായിട്ടുണ്ടാവും സാറേ, 100%. അപ്പൊ കേസ് എടുത്തതിനെ താങ്കൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? അത് ചിലപ്പം അങ്ങ് അനുസരിക്കാൻ പറ്റാത്ത ആരെങ്കിലും കോൺഗ്രസ് ലീഗുകാർ ചിലപ്പം കേസും കൊടുക്കും. അവർക്ക് എടുക്കാൻ ഇതിന്റെ പേരിൽ അങ്ങനെ ജനാധിപത്യ കാര്യങ്ങൾ അങ്ങനെ കേസ്. ശരി നരേഷ്, എന്തായാലും നരേഷിന്റെ ആ ഒരു സർഗാത്മകതയെ ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ തന്നെയാണ് എപ്പോഴും വേണ്ടത്. ഒരുത്തർ പാട്ടുണ്ടാക്കിയെങ്കിൽ ബദൽ പാട്ടുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബദൽ തിരുത്തൽ. അതാണ്. അല്ലാതെ അതിനെതിരെ കേസെടുക്കാം, ഞങ്ങൾ അവരെ അടിച്ചു തീർക്കാം എന്നൊക്കെ പറയുന്നത് മര്യാദയല്ല, അതൊരു മാന്യതയുമല്ല. ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടിയുടെ ഭരണം നിൽക്കുമ്പോൾ അവിടെ കേസെടുക്കുന്നു, അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇതെല്ലാം മതവികാരം എണ്ണപ്പെടുന്നതാണ്, അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെയാണ് ഇന്നിപ്പോൾ ശിവൻകുട്ടി അടക്കം പറയുന്നത്? നമസ്കാരം, പറഞ്ഞോളൂ. നമ്മുടെ പോറ്റിയെ കയറ്റി ഇന്നലെ ഇത് തന്നെ ആയിരുന്നു വിഷയം. ഞാനപ്പോ സംസാരിച്ചതുമാണ്. ഇന്ന് കുറച്ച് പുതിയ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അതും കൂടെ പറയാം. നമ്മുടെ ഇതിന് മുന്നേ ഞാൻ വിളിക്കുന്നതിന് മുന്നേ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി പാടിയല്ലോ. KPCCയുടെ പുറത്തൊന്നും അത് ബാധിക്കത്തില്ല. അവർ പാടിക്കോട്ടെ, പകരത്തിന് പാടി അവരെന്നെ ആശ്വസിക്കട്ടെ. പിന്നെ ഇപ്പം നമ്മുടെ പോറ്റിയെ കയറ്റിയേക്ക് കേസെടുത്തത് അവരുടെ കയ്യിൽ ഭരണം ഇരിക്കുന്നത് കൊണ്ടാ. അല്ല, ഭരണം ഇല്ലായിരുന്നു അവര് മിണ്ടുവോ? അപ്പൊ അതങ്ങനെ നമ്മളങ്ങ് ക്ഷമിക്കേണ്ടതേ ഉള്ളു. അവര് തന്നെ ഇന്നലെ ഇതിന് പകരം ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കിരൺ കേട്ട് കാണുമല്ലോ. പട്ടിയെ നായയെ എന്നൊക്കെ വിളിച്ച് വെറും വൃത്തികെട്ട ഭാഷകൾ ഉപയോഗിച്ചിട്ട് ഒരു പാട്ട് KMCC ആണ് പൈസ കൊടുത്ത് ഇത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു പാരഡി എഴുതിയിട്ടുണ്ട്. അത് കേട്ടപ്പോ ഞങ്ങൾക്കാർക്കും ഒരു വിഷമവും ഇല്ലല്ലോ. കോൺഗ്രസ്സുകാർക്കാർക്കും ഒരു വിഷമവും ഇല്ലല്ലോ. അവരാരും പ്രതികരിച്ചിട്ടില്ല. പിന്നെ ഇവരെന്തിനാ? സഖാക്കളല്ലേ അകത്ത് കിടക്കുന്നത് രണ്ടുപേര്. അതുകൊണ്ട് സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് കൊണ്ട് വലിയ വിഷമം വരേണ്ട കാര്യമില്ല. രണ്ടുപേരും സഖാക്കളാണ് കിടക്കുന്നത്. അങ്ങനെ സമാധാനമായിട്ട് ചിന്തിച്ച് ഇരിക്കുകയെന്നേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ. എന്തായാലും ശ്രീമതി ജയയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലനിലേക്ക് കടക്കും മുമ്പ് നമുക്ക് വളരെ വേഗത്തിൽ ചില യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി ഒന്ന് വായിക്കാറുണ്ട്. ശ്രീ ബാലൻ ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക, കമൻറ്റുകളിലേക്ക് കൂടി ഒന്ന് വന്നിട്ട് നമുക്ക് വളരെ വേഗത്തിൽ മടങ്ങി വരാം. അല്ലെങ്കിൽ ബാലനോട് സംസാരിച്ച ശേഷം ശ്രീ ബാലൻ താങ്കളുടെ അഭിപ്രായം കൂടി പറഞ്ഞോളൂ, അതിനുശേഷം വായിക്കാം. നമസ്കാരം കിരൺ ഭായി. നമസ്കാരം. ആദ്യം നമ്മുടെ ഈ സ്വരാജിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ കുറച്ച് മുന്നേ. ആരാണ് അത്? സ്വരാജിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, സ്വരാജ് പറഞ്ഞൊരു വാക്കുകള്. സ്വരാജ് അദ്ദേഹം പറഞ്ഞ അർത്ഥത്തിൽ ഏതെങ്കിലും വാക്ക് പറഞ്ഞ എന്റെ അറിവിലില്ല. അങ്ങനെ സംഭവം ഉണ്ട്. ഇന്നലെ മനോരമയിൽ കാണിച്ചിരുന്ന സംഭവം എന്താണ് ഉണ്ട്. നേരത്തെ പുള്ളി പറഞ്ഞ വാക്കുകളൊക്കെ സ്വരാജ് സംസാരിക്കുന്നത് ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നുണ്ട്.
അല്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ സംസാരിച്ചെങ്കിൽ തന്നെ അങ്ങനെയൊന്നും ഒരാൾക്ക് സംസാരിക്കുന്നതിൽ യാതൊരു ദൈവങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആളുകൾക്കുണ്ട്. അത് വ്യത്യസ്ത അഭിപ്രായം പറയാം, അതിന് തെറ്റൊന്നുമില്ല. അങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞതാ നമ്മുടെ അല്ല പുള്ളി പറഞ്ഞ ഞാനത് കേട്ടിട്ടുണ്ട്.